ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ റൂമിൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ മന്ത്ലി വൺസ് ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യും കേട്ടോ. ക്ലീനിങ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഋതുവിനെ വെച്ചിട്ട് നമ്മൾ ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. കാരണം അവർ ഉറങ്ങുന്ന സമയത്ത് വേണം നമുക്ക് ബാക്കി റൂമിലത്തെ കാര്യങ്ങൾ ചെയ്യാനും പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഡീപ്പ് ക്ലീൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വാക്വം ചെയ്യാനും പിന്നെ അതേപോലെ ബാൽക്കണി ക്ലീനിങ്, കബോർഡ് ക്ലീനിങ്, കിച്ചൻ്റെ ആണെന്നുണ്ടെങ്കിൽ കബോർഡ്സ് കാര്യങ്ങൾ ക്ലീനിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാതും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മന്ത്ലി വൺസ് ഇപ്പോൾ ജസ്റ്റ് ലൈഫിൽ നമ്മൾ ഇങ്ങനെ ക്ലീനിങ്ങിന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് അവർ വന്ന് ക്ലീൻ ചെയ്തു. അതിൻ്റെ ക്ലിപ്പിങ്സ് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്ത് തരാം കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഉള്ള നമ്മളെ റൂമിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അവരെത്രത്തോളം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര നല്ല സർവീസാണ് അവരുടെ. നമ്മളൊരു 2 hours ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരാൾ വന്നിട്ട് 2 hours ചെയ്യുക, പിന്നെ ബാൽക്കണി പ്ലസ് കിച്ചൺ ക്യാബിനറ്റും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു 20 minutes എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 2.25 മണിക്കൂർ കൊണ്ട് അവർ ഫുൾ റൂം വന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഫ ഫുള്ള് വാക്വം ചെയ്തു, ടേബിളിൻ്റെ ചെയേഴ്സ് ഫുള്ള് വാക്വം ചെയ്തു. പിന്നെ ഋതുവിൻ്റെ കുറച്ച് ടോയ്സ്, പിന്നെ അവൻ്റെ നമ്മുടെ ഹൈ ചെയർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല സർവീസായിരുന്നു കേട്ടോ അവരുടെ. അപ്പോൾ എന്നോട് റേറ്റിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് എന്തായാലും 5 star റേറ്റിംഗ് തന്നെ കൊടുക്കുക എന്നുള്ളത്. പിന്നെ നമുക്കതിന് ശേഷം ഋതുവിന് 1.5 വയസ്സിൻ്റെ വാക്സിൻ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ജലദോഷം ചുമ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ജലദോഷം ചുമ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ വാക്സിനേഷൻ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയപ്പോൾ ടെമ്പറേച്ചറൊക്കെ അവന് നോർമലാണ്. ബാക്കി അവൻ്റെ വെയിറ്റ്, ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, അതൊക്കെ നോർമലായിരുന്നു. അതിൻ്റെ ഇടയിൽ അവനൊരു കോൾഡ് വന്ന സമയത്ത് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ വെയിറ്റ് കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓക്കെ ആയി. അപ്പോൾ ആളുടെ ബാക്കിയിലെല്ലാതും ഓക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ വാക്സിനൊക്കെ ചെയ്ത് വന്നു. ഇപ്പോൾ റൂമിലെത്തി. നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഋതുവിന് ഞങ്ങൾ സർപ്രൈസായിട്ട് ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ആളതിൻ്റെ തിരക്കിലാണ്, അതിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുവരൂ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം മുട്ടക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. വെള്ളയപ്പത്തിൻ്റെ ഷേപ്പ് ഞാൻ ദോശ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വെള്ളയപ്പ ചട്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ്, അപ്പോൾ ഞാൻ ദോശ പാനിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇത്തിസലാത്ത് നിന്ന് ഇൻ്റർനെറ്റ് പ്ലാൻ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളിപ്പോൾ വാസലിൽ വന്നിട്ട് ഇപ്പോൾ 1 year കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ ഒരു ടൈമിലെടുത്ത ഇൻ്റർനെറ്റ് പ്ലാൻ ആയിരുന്നു. ഓരോ 1 year കൂടുമ്പോൾ നമ്മളത് റിന്യൂ ചെയ്യണം. അപ്പോൾ അത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരത്തന്നെ ആളോട് സംസാരിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോൾ ശരത്തണ്ണ ഓഫീസിൽ പോയി. അതിന് ശേഷം ഞാൻ ഋതുവിന് ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ശരത്തണ്ണ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് റൂമിലിരിക്കുകയായിരുന്നു. കാരണം കുറച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈഫിൽ നിന്ന് ആൾക്കാർ വരും റൂം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫുൾ വാക്വം ചെയ്തിട്ട് നമ്മുടെ സോഫയൊക്കെ ഫുൾ അത് മുകളിൽ നമ്മൾ ഇരിക്കുന്ന ഭാഗമൊക്കെ മാറ്റി അവിടെ ഫുൾ വാക്വം ചെയ്തു. പിന്നെ ഋതുവിൻ്റെ ടോയ്സ് ചിലത് ഇങ്ങനെ ഈ സോഫ്റ്റ് ടോയ്സൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നല്ല വാക്വം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ ഫ്ലോറും അത് ഫസ്റ്റ് വാക്വം ചെയ്തതിന് ശേഷമാണ് അവർ തുടക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ പൊടികൾ ഫുള്ളായിട്ട് അവർ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമുക്കാണെന്ന് എനിക്കും ചെറിയൊരു അലർജിക് പ്രശ്നമുണ്ട്, ശരത്തണ്ണും ഉണ്ട്, അലർജിക് കഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഋതു ഉള്ളപ്പോൾ നമ്മൾ ഈ പൊടി മാക്സിമം അവോയ്ഡ് ചെയ്യണതല്ലേ നല്ലത്. അപ്പോൾ നമ്മൾ അതാണ് മന്ത്ലി വൺസ് ഇവരെ വിളിക്കാൻ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കിച്ചൺ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്നിട്ടുണ്ട്. നമ്മൾ കിച്ചൺ ക്യാബിനറ്റും പറഞ്ഞ കാരണം തന്നെ അതിലുള്ള കുറച്ച് പൗഡേഴ്സിൻ്റെ ബോക്സസ് കാര്യങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സ്ലാബിൽ അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഋതുവിൻ്റെ ഹൈ ചെയർ ആണെങ്കിലും അതെ, നമ്മളൊന്നും പറയേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. അവരെല്ലാതും ചെയ്തു. ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ അവരെല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാതും കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ റൂമിൻ്റെ ഫുൾ വെൽ ക്ലീൻഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ വിളിച്ച സമയത്ത് നമ്മൾ നാട്ടിൽ പോയ സമയത്തായിരുന്നു. അതിൻ്റെ തലേ ദിവസം വന്നിട്ട് അവർ ക്ലീൻ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എത്രത്തോളമാണ് അവർ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ നേരിട്ട് കണ്ടപ്പം നമ്മൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരുടെ ആ ഒരു വർക്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ TV യൂണിറ്റ് ആണെങ്കിൽ TV യൂണിറ്റ് ആയിട്ടല്ല, നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ജസ്റ്റ് ഒരു ടേബിളിൻ്റെ മുകളിലാണ് TV വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ പൂജ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ടേബിള്, ബാൽക്കണി ആണെന്നുണ്ടെങ്കിലും പിന്നെ ബെഡ്റൂമിൽ അവരെന്നോട് ചോദിച്ചു ഈ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അവർ തന്നെ റിമൂവ് ചെയ്യണോ അതോ നിങ്ങൾ തന്നെ, അതായത് അവർ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, ഞാൻ മോർണിംഗിൽ അത് മാറ്റിയതായിരുന്നു.
പിന്നെ വാഷ്റൂം ആണെന്നുണ്ടെങ്കിലും എല്ലാം അതും അതെ ഭയങ്കര നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. പിന്നെ 8:30 ഈവനിങ്ങിൽ ഋതുവിൻ്റെ വാക്സിനേഷൻ ഉണ്ടായിരുന്നു. ഇത് വാക്സിനേഷന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. ഇഞ്ചക്ഷൻ്റെ സമയത്ത് ഓഫ് കോഴ്സ് എന്തായാലും കരയുമല്ലോ, കുറച്ചൊരു 5 മിനിറ്റ് നേരം അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീഡിയോ എടുക്കേണ്ടെന്ന് വെച്ചതായിരുന്നു. പിന്നെ അതിനുശേഷം അവൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയി ഇങ്ങനെ നടക്കണ കണ്ടപ്പോഴാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊതി തരാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കാല്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഷോർട്സിൽ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവൻ നമ്മളൊരു ബൈക്ക് വാങ്ങിയിട്ട് നേരെ കാറിൻ്റെ ഡിക്കിലാണ് വെച്ചിട്ടുള്ളത്. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാതെ പോവുകയാണ്. അവന് എടുക്കണമെന്നൊന്നും ഇപ്പോൾ വല്ലാതെ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഫുൾ നടത്താണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ചൂടാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോണ വഴിയിൽ അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് നമ്മളങ്ങനെ അവനെ നിലത്തിറക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബൈക്ക് കണ്ടപ്പോൾ ഋതുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ അപ്പം തന്നെ അത് വേണം. ഇതേ കാണിക്കുന്ന കണ്ടില്ലേ, കുറച്ച് നേരമൊക്കെ അവിടെ നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ അവനൊന്ന് ബൈക്കായിട്ട് ഒന്ന് കറങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് കണ്ടവർക്ക് അറിയാം, ഭയങ്കര മാനേജബിൾ ആണ് കേട്ടോ ഈ ഒരു ബൈക്ക്. വലിയ സ്പീഡോ കാര്യങ്ങളോ ഇല്ല. സാധാരണ നമ്മൾ ഇലക്ട്രിക് ബൈക്ക്സ് കുട്ടികൾക്ക് വാങ്ങുമ്പോൾ ഭയങ്കര സ്പീഡിൽ പോകാതെ നമുക്കൊരു പേടിയാണ്. നമ്മൾ ഒപ്പം ഒന്ന് ജസ്റ്റ് നടന്നാൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സിംഗിൾ മോട്ടർ എന്നാണ് അവർ പറഞ്ഞത്. വലിയ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ അവനെ നമുക്ക് സേഫാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അവനതൊക്കെ ഓടിച്ചു. നമ്മൾ റൂമിലെത്തിയപ്പോൾ നിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചു. എന്നിട്ടാണ് ഉറങ്ങാൻ കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ റൂമിലെത്തിയതേ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നല്ല ചോറും മീൻകറിയും എല്ലാം കൂടിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.